Hi, hello, welcome to once. So, we will discuss circuits and network module important theorem that is superposition theorem. Now, superposition theorem is the statement and that apply the problem solve. This session discuss. So, we can start. So, superposition theorem statement and the theorem apply so, it is applicable to the circuits with multiple sources. That's multiple sources of circuit superposition theorem apply advantage. So, it can be applied to network with multiple sources. Next, theorem statement is a lengthy statement, but we step analyze. That is, the current through or voltage across an element in a linear bilateral network is, this is the first section, equal to the algebraic sum of the currents or voltages produced independently by each source. That's the second. With all sources are replaced by their internal resistance. That's the third. In this section, we analyze the theorem. The statement the current or voltage in an element in a linear bilateral network is or linear bilateral network or particular element across the voltage allengil current kandupidikkan vendite endana cheyendathu equal to the algebraic sum of the currents or voltages produced by independently by each source. അതായത് independently ഓരോ സോഴ്സുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഓർ കറന്റിന്റെ algebraic sumമിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എവിടെയാണ്? മൾട്ടിപ്പിൾ സോഴ്സസ് ഉള്ള സ്ഥലത്താണ്. അപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ എലിമെന്റ് അക്രോസ് ഉള്ള വോൾട്ടേജോ കറന്റോ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ സോഴ്സിനെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുത്തിട്ട് ഓരോ സോഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് എടുത്തുകൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഓർ കറന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെയൊക്കെ algebraic sum എടുക്കുക. അപ്പോൾ വേറൊരു സംശയം നമുക്ക് വരും, അതായത് ഒരുപാട് സോഴ്സ് ഉള്ളതിൽ ഒരു സോഴ്സിനെ മാത്രം എടുക്കുന്ന സമയത്ത് മറ്റേ സോഴ്സുകൾ എന്ത് ചെയ്യണം? അതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് ഓൾ അതർ സോഴ്സസ് ആർ replaced by their internal resistance. അപ്പോൾ മറ്റുള്ള സോഴ്സുകൾ ഒരു സോഴ്സ് പർട്ടിക്കുലർലി അറ്റ് എ ടൈം നമ്മൾ ഒരു സോഴ്സിനെ എടുക്കുന്ന സമയത്ത് മറ്റേ സോഴ്സുകൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ സിമ്പിൾ ആണ്, ഇത്രേ പറയാനുള്ളൂ. അതായത് ഒരു ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിൽ ഒരു പർട്ടിക്കുലർ എലിമെന്റിനുള്ള അക്രോസ് ഉള്ള വോൾട്ടേജോ കറന്റോ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇൻഡിപെൻഡന്റ്ലി ഓരോ സോഴ്സുകളും ആക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജോ കറന്റോ കണ്ടുപിടിക്കുക, അതിന്റെയൊക്കെ algebraic sum എടുക്കുക. ഒരു സമയത്ത് ഒരു സോഴ്സിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള സോഴ്സുകളെ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ 3 സെക്ഷൻ ആയിട്ട് നമുക്ക് ഈ തിയറത്തിനെ മനസ്സിലാക്കാം. തിയറം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ലാംഗ്വേജിൽ നമുക്ക് എഴുതാം. അല്ലാതെ ഇതേ തിയറം ഇതേ ലാംഗ്വേജിൽ തന്നെ എഴുതി വെക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ മീനിങ്സ് എന്താണ്, അത് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തിയറത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്നിൽ കൂടുതൽ സോഴ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ മൊത്തത്തിലുള്ള റെസ്പോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂപ്പർപോസിഷൻ തിയറം യൂസ് ചെയ്യുന്നത്. അങ്ങനെ എഴുതാം. അതിനുശേഷം അറ്റ് എ ടൈം നമ്മൾ ഒരു സോഴ്സിനെ കൺസിഡർ ചെയ്യുക, ആൻഡ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ റെസ്പോൺസ് ആൻഡ് ടേക്ക് അനദർ സോഴ്സ് ആൻഡ് കൺസിഡർ ഓൾ അതർ സോഴ്സസ് ആർ as their internal resistance, replace all other sources with their internal resistance. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് റെസ്പോൺസ് എഴുതി പോകാം. അല്ലെങ്കിൽ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ എഴുതി പോകാം. സോ ഈ തിയറം മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ലാസ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, അതായത് എല്ലാ സോഴ്സിനെയും അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് വെച്ച് റീപ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് 2 ടൈപ്പ് സോഴ്സസ് ആണ് നമുക്ക് ഉണ്ടാവുക, ഐഡിയൽ സോഴ്സസും പ്രാക്ടിക്കൽ സോഴ്സസും. നമുക്ക് ചോദിക്കുന്ന പ്രോബ്ലംസിൽ മെജോറിറ്റി കേസസിൽ നമുക്ക് ഉണ്ടാവുക ഐഡിയൽ സോഴ്സസ് ആണ്. പ്രാക്ടിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് അതിനെ ഐഡിയൽ സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഐഡിയൽ സോഴ്സ് ആയിട്ട് 2 സോഴ്സുകളാണ് ഉണ്ടാവുക, ഒന്നുകിൽ വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ കറണ്ട് സോഴ്സ്. ഐഡിയൽ വോൾട്ടേജ് സോഴ്സിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, അല്ലെ? അപ്പൊ ഈ വോൾട്ടേജ് സോഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറ്റ് എ ടൈം ഒരു സോഴ്സിനെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ള സോഴ്സുകൾ മുഴുവൻ എങ്ങനെ റീപ്ലേസ് ചെയ്യണം എന്നാണ് പറഞ്ഞു വരുന്നത്. ബാക്കിയുള്ള സോഴ്സ് വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ just replace this voltage source with a short circuit. Similarly, നമ്മൾ അറ്റ് എ ടൈം ഒരു സോഴ്സിനെ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കുക, ബാക്കിയുള്ള സോഴ്സ് കറണ്ട് സോഴ്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റീപ്ലേസ് ദിസ് കറണ്ട് സോഴ്സ് വിത്ത് ആൻ ഓപ്പൺ സർക്യൂട്ട്. അപ്പൊ ഐഡിയൽ സോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക? വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിന് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക, കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക. സിമിലർലി പ്രാക്ടിക്കൽ സോഴ്സ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ സോഴ്സിനെ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക. വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവും, അതിന്റെ കൂടെ ഒരു സീരീസ് റെസിസ്റ്റൻസ് ഉണ്ടാവും, ദാറ്റ് ഈസ്
called as its internal resistance. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് സോഴ്സിന്റെ സ്ഥാനത്ത് ഒരു ഷോർട്ട് സർക്യൂട്ട് വെക്കുക, ഇന്റേണൽ റെസിസ്റ്റൻസിനെ അങ്ങനെ തന്നെ റെപ്രസെന്റ് ചെയ്യുക. സോ ദിസ് ഈസ് ദ ഇക്വലന്റ് റെപ്രസെന്റേഷൻ ഫോർ എ പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ്. സിമിലർലി പ്രാക്ടിക്കൽ കറന്റ് സോഴ്സ് ആണെങ്കിൽ ആ കറന്റ് സോഴ്സിന്റെ കൂടെ എപ്പോഴും ഒരു പാരലൽ ഇന്റേണൽ റെസിസ്റ്റൻസ് പ്രസന്റ് ആയിരിക്കും. അപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. അപ്പൊ ഈക്വലന്റ് ആയിട്ട് ആ ഡയഗ്രം എന്താ വരിക, ഒരു ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ മാത്രം ഒരു കോൺഫിഗറേഷൻ ആയിട്ട് വരും. സോ ദിസ് ഈസ് ഹൗ വി ക്യാൻ കൺവേർട്ട് ഐഡിയൽ സോഴ്സസ് ആൻഡ് പ്രാക്ടിക്കൽ സോഴ്സസ് ഇൻ ടു ഇക്വലന്റ് റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പോ സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, വിത്ത് ഓൾ അതർ സോഴ്സസ് ആർ റീപ്ലേസ്ഡ് ബൈ ദർ ഇന്റേണൽ റെസിസ്റ്റൻസ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ കൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ അറ്റ് എ ടൈം നമ്മൾ ഒരു സോഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള സോഴ്സുകളെ നോക്കുക. ബാക്കി വോൾട്ടേജ് സോഴ്സസ് ഉണ്ടോ അതിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, ബാക്കി കറന്റ് സോഴ്സസ് ഉണ്ടോ അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. അപ്പൊ ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി വി ക്യാൻ ടേക്ക് എ സിമ്പിൾ എക്സാമ്പിൾ. അതിനകത്ത് നിങ്ങൾക്ക് കാണാം നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ അകത്ത് നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യുവാണെങ്കിൽ, അല്ലാണ്ട് ഇതിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക? സോ വി ഹാവ് ടു ഫൈൻഡ് വോൾട്ടേജ് V0 ദാറ്റ് ഈസ് അക്രോസ് ദ 2 ohm റെസിസ്റ്റൻസ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ രണ്ട് സോഴ്സുകൾ നിങ്ങൾക്ക് കാണാം. ദർ ഇസ് എ കറന്റ് സോഴ്സ്, ദർ ഇസ് എ വോൾട്ടേജ് സോഴ്സ്. രണ്ടും ഐഡിയൽ സോഴ്സസ് ആണ്. സോ നമ്മുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുക 10 വോൾട്ട് സോഴ്സ് മാത്രം നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ രണ്ട് സോഴ്സിന്റെ അറ്റ് എ ടൈം ഒരു സോഴ്സിനെ മാത്രം കൺസിഡർ ചെയ്തിട്ട് അതിന്റെ റെസ്പോൺസ് കണ്ടുപിടിക്കലാണ് നമ്മുടെ പരിപാടി. സോ ഫസ്റ്റ് ടൈം നമ്മൾ 10 വോൾട്ട് സോഴ്സിനെ മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള സോഴ്സ് ഏതാ? ബാക്കിയുള്ള സോഴ്സ് കറന്റ് സോഴ്സ് ആണ്. കറന്റ് സോഴ്സിനെ നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? കറന്റ് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് വെച്ച് റീപ്ലേസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കറന്റ് സോഴ്സ് ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ഓപ്പൺ സർക്യൂട്ട് വെച്ചു. സോ we are going to find the voltage across 2 ohm resistor. അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ശരിക്കും ഫൈനൽ ആയിട്ട് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് സർക്യൂട്ടിൽ 2 ohm റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. അതാണ് V0 എന്ന് പറയുന്നത് വെച്ചിട്ട് നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് 10 വോൾട്ട് സോഴ്സ് മാത്രം ഉപയോഗിക്കുമ്പോൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. സോ അത് ആക്ച്വൽ V0 അല്ല, അതുകൊണ്ടാണ് അതിന് V01 എന്ന് എഴുതിയിരിക്കുന്നത്. സോ V01 is the output only due to 10 volt. So how will you find V01? എങ്ങനെയാണ് V01 കണ്ടുപിടിക്കുക? ഈ ഒരു സർക്യൂട്ടിൽ എന്താ ഉള്ളത്? ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 3 റെസിസ്റ്റൻസുകൾ ഉണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് ഈ സർക്യൂട്ടിൽ കൂടെ പോകുന്ന കറന്റ് കണ്ടുപിടിക്കാം. സോ വാട്ട് ഈസ് ദ ടോട്ടൽ കറന്റ്? ടോട്ടൽ കറന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. 5 plus 3 plus 2. 5 plus 3 8 plus 2 is 10 ohm. എന്തുകൊണ്ടാണ് അങ്ങനെ ആഡ് ചെയ്തത്? എല്ലാ റെസിസ്റ്റേഴ്സും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ടോട്ടൽ കറന്റ് ഈസ് ഈക്വൽ ടു 1 ആംപിയർ. 1 ആംപിയർ കറന്റ് ആണ് ഈ സർക്യൂട്ടിൽ കൂടെ പോകുന്നത്. 1 ആംപിയർ കറന്റ് ആണ് 5 ഓമിൽ കൂടെ പോകുന്നത്. 1 ആംപിയർ കറന്റ് ആണ് 3 ഓമിൽ കൂടെ പോകുന്നത്. 1 ആംപിയർ കറന്റ് ആണ് 2 ഓമിൽ കൂടെ പോകുന്നത്. 1 ആംപിയർ കറന്റ് 2 ഓം റെസിസ്റ്റൻസിൽ കൂടെ പോകുമ്പോൾ അതിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. എത്രയാണ്? ദാറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് V01. ദാറ്റ് ഈസ് ഈക്വൽ ടു current through the 2 ohm resistance, that is 1 ampere, into resistance of this 2 ohm resistor, that is 2 ohm, that is 1 into 2 is 2 volt, is the V01 voltage. അപ്പോൾ പൊളാരിറ്റിയും കൂടെ നിങ്ങൾ നോക്കണം. പൊളാരിറ്റി കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്യണം. നമുക്കറിയാം ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്. വോൾട്ടേജ് സോഴ്സിൽ നിങ്ങൾ കറന്റ് ഇങ്ങനെ തന്നെ പോവുള്ളൂ, വേറെ ബ്രാഞ്ചസ് ഇല്ല. സോ കറന്റ് ഇങ്ങനെ പോകും. കറന്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പൊളാരിറ്റി അക്രോസ് എൻ എലിമെന്റ് വിൽ ബി ലൈക്ക് ദിസ്. നമുക്കറിയാം പ്ലസ് ടു മൈനസ് ആണ് എലിമെന്റ്സിൽ കൂടെ കറന്റ് പാസ് ചെയ്യുക. സോ പൊളാരിറ്റിയും കറക്റ്റ് ആണ്. സോ ഐ ക്യാൻ റൈറ്റ് V01 is equal to 2 volt. ഫൈനൽ ആൻസർ ആയോ? ഇല്ല. ഫൈനൽ ആൻസർ നമുക്ക് കാണേണ്ടത് V0 ആണ്. V0 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 10 വോൾട്ടും ആ കറണ്ട് സോഴ്സും ഒരുമിച്ച് ആക്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് ആകെ 10 വോൾട്ട് മാത്രമുള്ളപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. നെക്സ്റ്റ് കൺസിഡർ 1 ആംപിയർ സോഴ്സ് ഓൺലി. 1 ആംപിയർ മാത്രം 4 ആംപിയർ ആണ് അല്ലെ? ഓക്കെ, 4 ആംപിയർ കറണ്ട് സോഴ്സ് മാത്രം 4 ആംപിയർ കറണ്ട് സോഴ്സ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ വോൾട്ടേജ് സോഴ്സിന് എന്ത് ചെയ്യണം? ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം അല്ലെ? അപ്പൊ ആ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള ഡയഗ്രാണ് ഈ കാണുന്നത്. നേരത്തെ ഇവിടെ 5 ഓം ഉണ്ടായിരുന്നു, ആ 5 ഓമിന് ഇങ്ങോട്ടേക്ക് വരച്ചു എന്നേ ഉള്ളൂ. ഇവിടെ ആയിരുന്നു സോഴ്സ് 10 വോൾട്ടിന്റെ സോഴ്സ് ഉണ്ടായിരുന്നു, അതിന് ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ഫൈനൽ ഡയഗ്രാം. സോ ഫ്രം ദിസ് ഐ ക്യാൻ ഫൈൻഡ് V02. എങ്ങനെയാണ് V02 കണ്ടുപിടിക്കുക? എന്തുകൊണ്ടാണ് V02 എന്ന് എഴുതിയിരിക്കുന്നത് ഇവിടെ? V02 is due to
4 ampere source only. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 4 ആംപിയർ കറണ്ട് സോഴ്സ് മാത്രമാണ്. അപ്പൊ 4 ആംപിയർ കറണ്ട് സോഴ്സ് മാത്രം ഉള്ള V0 വോൾട്ടേജ് ആണ് V02 എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ V02 കണ്ടുപിടിക്കാം? ഇതിൽ കൂടെ പോകുന്ന കറണ്ട് നമുക്ക് അറിയാമെങ്കിൽ ആ കറണ്ട് ഇൻടു റെസിസ്റ്റൻസ് ആണ് V02. സോ ഹൗ വിൽ യു ഫൈൻഡ് കറണ്ട്? എങ്ങനെ കറണ്ട് കണ്ടുപിടിക്കുക? ഈ ഒരു പർട്ടിക്കുലർ നെറ്റ്വർക്കിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇവിടെ ഒരു കറണ്ട് ഉണ്ട്. ആ കറണ്ട് 2 പാരലൽ ബ്രാഞ്ചിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോവാണ് അല്ലെ. ഒരു ബ്രാഞ്ച് ഇത്, അതായത് ഈ കറണ്ട് സോഴ്സ് 4 ആംപിയർ കറണ്ടിനെ പറഞ്ഞു വിടും. ഈ ജംഗ്ഷനിൽ 4 ആംപിയർ കറണ്ട് എത്തും. ഈ 4 ആംപിയർ കറണ്ട് ഈ റൂട്ടിലോട്ടും ഈ റൂട്ടിലോട്ടും ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ എത്രത്തോളം കറണ്ട് ഈ റൂട്ടിൽ പോകും, എത്രത്തോളം കറണ്ട് ഈ റൂട്ടിൽ പോകും? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റൂട്ടിലുള്ള കറണ്ട് ആണ്. ഈ കറണ്ടിനെ ഞാൻ തൽക്കാലം I2 എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നു. ഈ കറണ്ടിനെ I1 എന്ന് നൊട്ടേറ്റ് ചെയ്യാം. സോ വി വാണ്ട് ടു ഫൈൻഡ് I2 കിട്ടിയാലാണ് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് കാണാൻ പറ്റുള്ളൂ. സോ ഹൗ വിൽ യു ഫൈൻഡ് I2? കറണ്ട് ഡിവിഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് ഡ്യൂ ടു കറണ്ട് ഡിവിഷൻ. കറണ്ട് ഡിവിഷൻ എന്ന് പറയുന്ന റൂൾ എന്താണ്? ടോട്ടൽ ആയിട്ട് ഒരു പർട്ടിക്കുലർ കറണ്ട് ഉണ്ടെങ്കിൽ ആ കറണ്ട് ഡിഫറെന്റ് ബ്രാഞ്ചസിലേക്ക്, പാരലൽ ബ്രാഞ്ചിലേക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, നമുക്കൊരു പർട്ടിക്കുലർ ബ്രാഞ്ചിന് അക്രോസ് ഉള്ള കറണ്ട് ആണ്, ഡിവൈഡ് ചെയ്ത കറണ്ട് ആണ് കാണുന്നെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടോട്ടൽ കറണ്ട് ഇൻടു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് ദ കറണ്ട് ഡിവിഷൻ. എന്താണ് കറണ്ട് ഡിവിഷൻ? ടോട്ടൽ കറണ്ട് ഇൻടു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. നമുക്ക് ഈ ബ്രാഞ്ചിലുള്ള കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ടോട്ടൽ കറണ്ട് ഇൻടു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. നമുക്ക് ഈ ബ്രാഞ്ചിലെ കറണ്ട് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ കറണ്ട് ഇൻടു ഓപ്പോസിറ്റ് ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ദിസ് ഈസ് ദ കറണ്ട് ഡിവിഷൻ റൂൾ. സോ ഐ ക്യാൻ റൈറ്റ് I2 is equal to, എങ്ങനെ I2 കണ്ടുപിടിക്കുക? ടോട്ടൽ കറണ്ട് 4 ആംപിയർ ഇൻടു വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ്? 5 ohm divided by what is the total resistance? 5 ohm plus 3 ohm plus 2 ohm. 5 plus 3 plus 2 is 10 ohm. So you will get I2 is equal to 4 into 5, 20 divided by 10. That is equal to 2 ampere. Okay, so you will be getting 2 ampere. അപ്പൊ 2 ampere എന്ന് പറയുന്ന പർട്ടിക്കുലർ കറണ്ട് ആണ് ഈ ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് അല്ലെ. 2 ampere 3 ohmil കൂടെ പോകും, 2 ampere 2 ohmil കൂടെ പോകും. ബിക്കോസ് 3 ohm and 2 ohm are connected in series. 2 ampere കറണ്ട് 2 ohmil കൂടെ പോകുന്ന സമയത്ത് ഇതിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ദാറ്റ് വോൾട്ടേജ് ഈസ് 4 വോൾട്ട് അല്ലെ. സോ ദ വോൾട്ടേജ് V02 is equal to, എങ്ങനെയാ V02 കിട്ടുന്നത്? കറണ്ട് ഈസ് 2 ampere and the resistance is 2 ohm. So you will be getting 4 volt. Polarity ഇങ്ങനെ തന്നെയല്ലേ, പ്ലസ് മൈനസ്. V01 കൺസിഡർ ചെയ്ത അതേ പൊളാരിറ്റി ആണ് ഇപ്പോഴും. സോ V01 എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്ക് 2 വോൾട്ട് കിട്ടി. V02 എന്ന് പറയുന്ന വോൾട്ടേജ് 4 വോൾട്ട് കിട്ടി. സോ ദ ടോട്ടൽ വോൾട്ടേജ് according to superposition, that is V is equal to, എങ്ങനെയാ? ഇൻഡിവിജ്വൽ സോഴ്സസ് കണ്ടുപിടിക്കുക, ഇൻഡിവിജ്വൽ സോഴ്സസിന്റെ റെസ്പോൺസ് കണ്ടുപിടിക്കുക, അതിനുശേഷം അതിന്റെ ഓൾജിബ്രായിക് സം എടുക്കുക. അതല്ലേ സൂപ്പർപോസിഷൻ തിയറം പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ 10 വോൾട്ട് മാത്രം എടുത്തു, അപ്പോൾ വോൾട്ടേജ് V01 കിട്ടി. നെക്സ്റ്റ് നമ്മൾ 4 ആംപിയർ മാത്രം എടുത്തു, അപ്പോൾ ഔട്ട്പുട്ട് V02 കിട്ടി. സോ ദ ടോട്ടൽ വോൾട്ടേജ് ഈസ് V01 plus V02, that is 4 plus 2 is equal to 6 volt. So that is the voltage across this 2 ohm resistor. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സൂപ്പർപോസിഷൻ തിയറം ഒരു സർക്യൂട്ടിൽ സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അത്രയുമാണ്. സോ വി വിൽ കവർ എ ന്യൂ ടോപ്പിക് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.